ഹിന്ദി പഠിക്കാൻ താൽപ്പര്യമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. ഹിന്ദി പറച്ചിൽ എങ്ങനെ തുടങ്ങണം, ഏതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടതായ വാക്കുകൾ, എങ്ങനെ പടിപടിയായി ഹിന്ദി പറച്ചിലിൽ മെച്ചപ്പെടാം ഒക്കെ അറിയാൻ സഹായിക്കുന്ന മറ്റൊരു വീഡിയോയാണിത്. നമ്മൾ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇതിൽ ചിലത് നമുക്ക് ഹിന്ദിയിൽ പറയാൻ ശ്രമിക്കാം. കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, കഴിക്കുന്നു, കുടിക്കുന്നു, എഴുതുന്നു, വായിക്കുന്നു, ഇങ്ങനെ നീണ്ടൊരു ലിസ്റ്റാണ്. കാണുന്നതിന് അല്ലെങ്കിൽ നോക്കുന്നതിന് ഹിന്ദിയിലെ ദേഖിന ആണ്. ഞാൻ നോക്കുന്നു എന്ന് പറയാൻ മേ ദേഖ്താ ഹും. ദേഖിന, നായുടെ ഉച്ചാരണം മാറി തായാണ് ഇവിടെ വരുന്നത്. ഞാൻ നോക്കുന്നു, നോക്കുന്നുണ്ട് എന്ന അർത്ഥത്തിൽ. മേയിൽ തുടങ്ങുന്നത് കൊണ്ടാണ് ഒടുവിൽ ഹൂം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിൽ സാധാരണയായിട്ട് ഹേയുടെ ഉച്ചാരണമാണ്. ഇപ്പോൾ അവനാണ്, അവൻ നോക്കുന്നു, വഹ് ദേഖ്താ ഹേ, ഹേയാണ്. ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്ത് വേണേൽ നമുക്ക് സംസാരിക്കാം. ഞാൻ അവനെ കാണുന്നു. അവനെ, അതിനായി ഉസ്കോ പറയാം. ഞാൻ അവനെ, മേ ഉസ്കോ ദേഖ്താ ഹും. ഞാൻ പൂവ് കണ്ടില്ല, പൂവിന് ഫൂൽ. കണ്ടില്ല നഹി ദേഖ, മേ ഫൂൽ നഹി ദേഖ, അല്ലെങ്കിൽ മേനെ ഫൂൽ നഹി ദേഖ. ഇങ്ങനെ ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ പൂവ് കാണുന്നു, മേ ഫൂൽ ദേഖ്താ ഹും. ഞാൻ പൂവ് കണ്ടില്ല, മേ ഫൂൽ നഹി ദേഖ. ഇനി കാണുമെന്ന് പറയാൻ ഭാവിയിൽ മേ ഫൂൽ ദേഖൂങ്ക. അവൻ പൂവ് കാണും, വഹ് ഫൂൽ ദേഖേഗ. അവർ നിന്നെ കാണും, അവർക്ക് വേ. അവർ നിന്നെ കാണും ഇത് പറയുമ്പോൾ വേ തുംഹേ ദേഖേഗ. അവർക്കായി വേ. അടുത്തതായി കേൾക്കുന്നതിന് സുന്ന. ഞാൻ കേൾക്കുന്നു, മേ സുൻതാഹും. അവൻ കേൾക്കുന്നു, വഹ് സുൻതാഹ്. ഞാൻ അവരെ കേൾക്കുന്നു, മേ ഉൻഹേ സുൻതാഹും. അവൻ അവരെ കേൾക്കുന്നു, വഹ് ഉൻഹേ സുൻതാഹേ. അവൻ അവരെ കേൾക്കും, വഹ് ഉനെ സുനേഗ. വരുന്നത് വാക്യം മേയിൽ ആരംഭിക്കുമ്പോൾ. അല്ലാത്ത സ്ഥലങ്ങളിൽ സാധാരണയായിട്ട് വെറും ഗായ, ജായേഗ, ആയേഗ. മേ ആണെങ്കിൽ ജാവുങ്ക, ആവുങ്ക, ഊങ്ക ഉച്ചാരണം.